അത് ഈ സംഭവിച്ചതിൽ ഒരത്ഭുതവും. കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ നിരീശ്വരവാദികളുമാണ്. അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവർ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. കാരണം ശബരിമലയെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടത്തിയതാണ്. അത് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അതിനെ തടയുകയാണുണ്ടായത്. പക്ഷേ അതിനുശേഷം ഒരടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴ് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു, ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു. കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക, ഇല്ലാതാക്കുക, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അടവ് നയം, ജയകുമാറിനെ വെച്ചത് ഒരു അടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടിച്ചപ്പോൾ രക്ഷപ്പെട്ടത്. അവിടുത്തെ ഒരു നടപടികളും സ്വീകരിക്കാതെ മുന്നൊരുക്കവും നടത്താതെയാണ് അദ്ദേഹത്തിനെ വെച്ചത്. അപ്പോൾ അതൊരു അടവ് നയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം കുഴപ്പമൊന്നും സംഭവിക്കാതെ പോയത്. മാത്രമല്ല, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഈ സർക്കാർ ഇലക്ഷന് മുമ്പായിട്ട് ചെയ്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അയ്യപ്പ സംഗമം. അപ്പോൾ അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നു എന്ന് അയ്യപ്പന് മനസ്സിലാകുകയും പണ്ട് തൊട്ടേ അയ്യപ്പനെ ദ്രോഹിക്കുന്നവരെ ഒരു പിടുത്തം പിടിച്ചതാണ്. അത് എവിടം വരെയും പോകും എന്ന് കണ്ടറിയണം. കാരണം ഇങ്ങനെ കയറി അത് ഇങ്ങനെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് വിശ്വാസികളുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പിടിക്കപ്പെടും.